സൗച്ചാന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു വീഡിയോ ഉണ്ടായിട്ടായിരുന്നു. അതെയോ? നിങ്ങൾ കണ്ടത് ബർത്ത്ഡേക്ക് കൂടിയായിരുന്നു അവിടെ? ഇല്ല, സൗച്ചാന്റെ ബർത്ത്ഡേ കൂടി. അമ്മയുടെ പേരെന്തോ? ഷൈൻ. ശരിക്കും സജി എന്നാണ് ശരിക്കും. രണ്ടുപേർക്കും ബസേതയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം പറയുന്നു. രണ്ടുപേരെ ഒരിക്കൽ കൂടി കാണാൻ പറ്റിയതിലെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മളെയൊക്കെ കൂട്ടി യോജിപ്പിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുക. പ്രത്യേകിച്ച് ഇത്രയും ദൂരം താണ്ടി നിങ്ങൾ നാട്ടിൽ വരികയും നാട്ടിൽ നിന്ന് ഈ സ്ഥാപനം കാണാൻ തക്കോണം ഇന്ന് ഇവിടെ കടന്നു വന്നു. അത് എനിക്ക് ഒരുപാട് വ്യക്തിപരമായ സന്തോഷം നൽകുന്നുണ്ട്. വ്യക്തിപരമായിട്ടും അല്ലാതെ അറിയാവുന്ന കഴിഞ്ഞ പല പ്രാവശ്യങ്ങളിലായിട്ട് ഞാൻ അമേരിക്ക സന്ദർശിച്ച സമയത്തൊക്കെ നിങ്ങളുടെയൊക്കെ വലിയ കരുതലും സ്നേഹവും പ്രാദേശികമായി വാർത്തകളുമായി നിങ്ങൾ എന്നോട് സഹകരിക്കുകയും ഇന്റർവ്യൂ എടുക്കുകയും ഒക്കെ ചെയ്തത് ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ ഇവിടെ വന്ന് എല്ലാവരുടെയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത് അതിന്റെ ലിങ്കൊക്കെ എല്ലാവരും അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത വലിയ സന്തോഷമുണ്ട്. അപ്പൊ അത് നിലനിൽക്കുമ്പോഴാണ് ഒരിക്കൽ കൂടി സുനിജാനെയും അമ്മയെ രണ്ടുപേരെയും അവിടെ കാണാൻ പറ്റിയത്. ഒരുപാട് നിറഞ്ഞ സ്നേഹത്തോടെ സന്തോഷത്തോടെ രണ്ടുപേരെയും വെൽക്കം ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. മുമ്പോട്ട് ശോഭിതമായ ദൈവത്തിന്റെ പ്രകാശം, പ്രത്യേകിച്ച് പരിശുദ്ധ നോമ്പ് തുടങ്ങിയിരിക്കുകയാണ്. നോമ്പില് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയില് നിങ്ങളെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ആരോഗ്യപരമായ ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. താങ്ക് യു സോ മച്ച്. കണ്ടതിൽ ഒരു പ്രാവശ്യം കൂടെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഹ്യൂസ്റ്റൺ വോയിസിന്റെ എല്ലാവിധ ആഭാവവും. താങ്ക് യു. ഇതാവട്ടെ. കുഴപ്പമില്ല. പടി ഇറങ്ങാമല്ലേ? പടി ഇറങ്ങുന്നതിന് കുഴപ്പമില്ല, ഞാൻ ഇറങ്ങിക്കോളാം. നാൽപ്പതോളം പൂച്ചയുണ്ട്. 40ഓളം പൂച്ച. ഓ, ഇത് പാത്തയൊക്കെ ഉണ്ടല്ലോ. പാത്ത മാത്രമല്ല, ഇന്നുണ്ട് താറാവ്. ചേർന്നഷ്ടപ്പെട്ട് 2 പേരുണ്ട്. ഇതെല്ലാം നമ്മുടെ റബ്ബറില്ല. ഇത് എത്ര ഏക്കർ ഉണ്ട് ഈ ആശ്രമം? 380. നല്ല കുഞ്ഞ്. അതെ, മനോഹരമായിട്ട്. ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഉള്ള എല്ലാം ഇട്ട് വെച്ചിരിക്കുക അല്ലേ? ഞാൻ ഇറങ്ങിക്കോളാം, കുഴപ്പമില്ല. നഴ്സിംഗ് കെയറും ഡോക്ടർ കെയറും ഒക്കെ എല്ലാം. ഓക്കെ ഓക്കെ. മാംസമാണ്. അച്ഛാ, ഞാൻ കേറുന്നില്ല, ചെരുപ്പുള്ളതുകൊണ്ട്. അച്ഛനെന്താ പറയുക?
മാതാവിന്റെ ചാപ്പലാണ്. നേരത്തെ ഈ ചാപ്പൽ പകുതിയുള്ളതാണ്. ഞങ്ങൾ കുനിഞ്ഞ കയറി പ്രാർത്ഥിക്കുന്ന ഒരു ചാപ്പലാണ്. പക്ഷേ ഇത് ഞങ്ങൾ കുറച്ചുകൂടെ അതിന് പേരിട്ടാണ്. മാതാവുമായി ബന്ധപ്പെട്ട 10 ചിത്രങ്ങൾ 2 സൈഡിലാണ്. മനോഹരമായ പരസ്യമാണ് 2 സൈഡുള്ളത്. അന്നേരം മാതാവിന്റെ ഹിസ്റ്ററിയാണ് 2 സൈഡിലാണ്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന ശാന്തമായിട്ട് ഇത് പ്രാർത്ഥിക്കാൻ കസേരയുടെ തലയിൽ പ്രാർത്ഥിക്കാം. വിശുദ്ധമായി ഇരിക്കാനുള്ളതാണ് അങ്ങനെ ഉണ്ടാക്കിയത്. സമയമുണ്ടോ ഇവിടെ വരുന്നതിന്, ഈ ചാപ്പല് വരുന്നതിന്? ഇവിടെ ആഴ്ച 6 മണിക്കൂർ തുറന്നിരിക്കുന്നത്. 8 മണി വരെ ഇവിടെ ഇരിക്കും. ഇതാണ് നിലവിലുള്ളത്. ഇത് നോക്കാനും ഒരാൾ വേണമല്ലോ അല്ലേ? മതി. വാ ടർക്കിയാ. ഓക്കെ ഓക്കെ. ഇത് ഇത് നമ്മുടെ പട്ടിയാണല്ലോ അല്ലേ? ആണല്ലേ? ഇതിന്റെ അകത്തൂടെ അന്ന് കയറാമല്ലേ അച്ഛൻ? ഇല്ല പിന്നെ കാണാൻ വളർത്തുന്നതാണോ അതോ അത് ശരി. വാ, ഇതിന്റെ ഇടയിൽ കൂടെ ഒന്നും പോവുകയല്ലേ? പിന്നെ കപ്പ വെള്ളം ഒഴിക്കണം ഇതിന്റെ. മഴ കിട്ടിയിട്ട് കുറെ ദിവസം ആയിരുന്നു. അല്ല, പൈപ്പ് കിടക്കുന്നത് ഈ മലയുടെ മുകളില് സാറിന് തുടങ്ങി കാലം മുതൽ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട്. ഇത്രയും പേര് കുളിക്കുന്നുണ്ട്. ഇപ്പം ഇൻമേറ്റ്സും ഞങ്ങളെല്ലാം കൂടെ 50 പേരുണ്ട്. 48-47 സ്റ്റാഫ് എല്ലാം കൂടെ ഉണ്ട്. ഡെയിലി യൂസ് അടുക്കള, തുണി അലക്കാന്, പ്രത്യേകിച്ച് താഴത്തെ പാലിയേറ്റീവ് വാർഡിലൊക്കെ വെള്ളം കൂടുതൽ ആവശ്യമുണ്ട്. ഇതുവരെയും വെള്ളത്തെ കുന്നിന്റെ മുകളില് ഒരു എന്തുവാ കുളമായിട്ടുണ്ടോ അതോ? കുളമല്ല, 2 കുളമുണ്ട്, 2 ബോർവെല്ലും ഉണ്ട്. അതിൽ ശരിക്കും ഒരു ബോർവെൽ ഒരു കമ്പനി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. ആ താഴെ വരെ നമ്മുടെ കേട്ടോ. ബൗണ്ടറി ലൈൻ കാണുന്നുണ്ട്.
ഒന്നാമത്. ഇതിനങ്ങോട്ടൊക്കെ ആൾക്കാരുണ്ടല്ലേ? എസ്റ്റേറ്റ് ഏതാണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. ഈ റോഡ് ഇവിടെ വരെ ഉള്ളൂ. ഉള്ളു. ആ പുന്നക്കുന്ന് കോളനി എന്ന് പറയും. വണ്ടി വരുന്ന സ്ഥലം. നല്ല പ്രദേശമായ എന്റെ ഒരു കസിനെ ഇവിടെ തുമ്പോണ് കെട്ടിച്ചിട്ടുണ്ട്. എവിടാന്നൊന്നും അറിയത്തില്ല. അവര് ഓർത്തഡോക്സ്. നേരെ മുമ്പോട്ട് പള്ളിയുടെ മുമ്പിൽ കൂടെ അങ്ങ് പോവാ. പോയി പള്ളി കഴിയുമ്പോൾ ഒരു ചെറിയ ടാറിംഗ് റോഡ് കാണും. ആ റോഡ് കൂടെ ചെറിയ റോഡാണ്. ആ റോഡ് ഇറങ്ങി അങ്ങ് മറ്റേ റോഡിൽ കയറിയിട്ട് നേരെ പോയ തെക്കേമലയാണ്. കോഴഞ്ചേരി തെക്കേമല 13 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. തിരിച്ചു പോകണ്ട. അതായത് ഇങ്ങനെ ഇറങ്ങി പള്ളിയുടെ മുമ്പിൽ കൂടെ മുമ്പോട്ട് അങ്ങ് പോവാം. ഇറങ്ങി അങ്ങോട്ട് അങ്ങ് പോവാം. റൈറ്റ് തിരിയത് ഈ റോഡ് നേരെ പള്ളിയുടെ മുമ്പിൽ കൂടെ തിരിഞ്ഞിട്ട് ഏകദേശം ഒരു 10-12 മീറ്റർ കഴിയുമ്പോൾ തന്നെ ടാറിൻ്റെ റോഡ്, ചെറിയ ടാറിനോട് ലെഫ്റ്റ് ആ റോഡ് ഇറങ്ങി ടാർ ചെയ്ത് ടാറിൻ്റെ റോഡ്. ആ ടാറിൻ്റെ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ മറ്റേ താഴത്തെ റോഡിൽ കയറും. ഇറങ്ങി നേരെ അങ്ങ് പോവാം. അത് നേരെ പിന്നെ തെക്കേമലയ്ക്ക് പോകുന്ന റോഡാണ്. തെക്കേമല ഇറങ്ങി കയറി കോഴഞ്ചേരി പുല്ലാട് താങ്ക് യു അച്ചോ. അച്ഛന് സന്തോഷമായിരുന്നു. ഉറക്കമായിരുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അല്ല, മിക്കവാറും അച്ഛൻ ടൂറിലാണ്. പക്ഷേ ഇനി ഇന്ന് ഭാഗ്യം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. പള്ളിക്കട മുംബൈക്കട ചെന്നിട്ട് ചെയ്യാനില്ല പറഞ്ഞു. തെക്കേമലയ്ക്ക് പോകുന്ന വഴിയല്ല, തെക്കേമല. ഇതാന്ന് വിചാരിച്ചല്ലേ? അതെ അതെ. പെട്ടെന്ന് അങ്ങനൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകണം. അല്ലെ പിന്നെ വരച്ചു തരണം. ഇമ്മാനുവേൽ മർത്തമ ചർച്ച് തുമ്പമൺ. ഞാൻ ബാഗ് ഉടഞ്ഞിട്ട പോലെ ആ തള്ളടയിൽ ഒരുപാട് സാധനങ്ങൾ.